Good morning, children. Welcome back to our English class. Today we are going to study our fifth lesson. What is Christmas all about? All of you take page number 27. Page number 27. What is Christmas all about? എന്താണ് ക്രിസ്മസ്? ക്രിസ്മസിനെ കുറിച്ചാണ് നമ്മൾ ഈ ലെസണിൽ പഠിക്കാൻ പോകുന്നത്. What is Christmas all about? To warm up, let's do an activity. Write the names of festivals related to each picture. കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ, അത് ഓരോന്നും ഓരോ ഫെസ്റ്റിവലിനെ കാണിക്കുന്നതാണ്. ഓക്കെ, നമ്മൾ പൂക്കളം ഇടുന്ന എന്തിനാണ്? ഓണം അല്ലേ, ഓണം. ക്രിസ്മസ് ട്രീ, ക്രിസ്മസ്. പൊങ്കലിൻ്റെ പിക്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത്. പൊങ്കൽ, ദീപാവലി, ഹോളി. നെക്സ്റ്റ് റംസാൻ. once again write the names of festivals related to each picture. താഴെ കൊടുത്തിരിക്കുന്ന ഓരോ പിക്ചർ ഓരോ ഫെസ്റ്റിവലുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. ഓണം, ക്രിസ്മസ് ട്രീ, ക്രിസ്മസ്, പൊങ്കൽ, ദീപാവലി, ഹോളി, റംസാൻ. ഓക്കെ, all of you listen. What is Christmas all about? Christmas is celebrated all over the world every year on 25th December. It is the festival commemorating the birth of Jesus Christ, who is the founder of Christianity. Christmas is celebrated all over the world every year on 25th December. ക്രിസ്മസ് ആണെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യുക, ആഘോഷിക്കുക. ആൾ ഓവർ ദ വേൾഡ്, ഈ ലോകം മുഴുവനും ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുന്നു. എന്നാണ്? എവറി ഇയർ ഓൺ 25th ഡിസംബർ. എല്ലാ വർഷവും ഡിസംബർ 25th ഈ ലോകം മുഴുവനും ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാം അറിയാം അല്ലേ, ഡിസംബർ 25th നമ്മൾ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. എന്താണ് ആ ദിവസത്തെ പ്രത്യേകത നിങ്ങൾക്കറിയാവോ? നോക്കേ, ക്രിസ്മസ് ഈസ് സെലിബ്രേറ്റഡ് ആൾ ഓവർ ദ വേൾഡ്. ഈ ലോകം മുഴുവനും ആഘോഷിക്കുന്നു. സെലിബ്രേറ്റ് ചെയ്യുക, ആഘോഷിക്കുക. എവരി ഇയർ, എല്ലാ വർഷവും. ഓൺ 25th ഡിസംബർ, എല്ലാ വർഷവും 25th ഡിസംബർ 25th നമ്മൾ ഈ ലോകം മുഴുവനും ക്രിസ്മസ് ആഘോഷിക്കുന്നു. എന്താണ് ആ ദിവസത്തിൻ്റെ പ്രത്യേകത? ഇറ്റ് ഈസ് ദ ഫെസ്റ്റിവൽ കമ്മമറേറ്റിംഗ് ദ ബർത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഹു ഈസ് ദ ഫൗണ്ടർ ഓഫ് ക്രിസ്ത്യാനിറ്റി. അന്ന് എന്താണ്? അന്ന് ബർത്ത്ഡേ ആണ് അല്ലേ, ബർത്ത് ഓഫ്. ഇറ്റ് ഈസ് ദ ഫെസ്റ്റിവൽ കമ്മമറേറ്റിംഗ് ദ ബർത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ജീസസ് ക്രൈസ്റ്റിൻ്റെ ജനനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ്. കമ്മോമറേറ്റ് ചെയ്യുക, ഓർമ്മിപ്പിക്കുക. ബർത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഹു ഈസ് ദ ഫൗണ്ടർ ഓഫ് ക്രിസ്ത്യാനിറ്റി. ക്രിസ്തുമത സ്ഥാപകനായ ക്രൈസ്റ്റിൻ്റെ അല്ലേ, ജീസസ് ക്രൈസ്റ്റിൻ്റെ ബർത്ത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ് ക്രിസ്മസ് അല്ലേ. ക്രിസ്മസ് ഇറ്റ് ഈസ് ദ ഫെസ്റ്റിവൽ കമ്മോമറേറ്റിംഗ് ദ ബർത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഹു ഈസ് ദ ഫൗണ്ടർ ഓഫ് ക്രിസ്ത്യാനിറ്റി എന്ന ക്രിസ്തുമത സ്ഥാപകനായ ജീസസ് ക്രൈസ്റ്റിൻ്റെ ജനനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ് ക്രിസ്മസ്. About 2000 years ago, there lived a couple named Joseph and Mary in Nazareth. They were expecting their baby. The Roman Emperor Augustus ordered that everyone should register their names in their hometown as part of the census. Joseph was from Bethlehem. So Joseph said to Mary, "We must go to Bethlehem." ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ ലോകം മുഴുവനും ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുന്നു 25th ഡിസംബറിന് അല്ലേ. ആ ദിവസത്തിൻ്റെ പ്രത്യേകതയാണ് ഇറ്റ് ഈസ് ദ ഫെസ്റ്റിവൽ കമ്മമറേറ്റിംഗ് ദ ബർത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ജീസസ് ക്രൈസ്റ്റിൻ്റെ ജനനം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ദിവസമാണ് ഡിസംബർ 25th അല്ലേ. അപ്പോൾ ഇനി നമ്മൾ എന്നാണ് നമ്മൾ ഈ ഒരു 2000 years ago, ഒരു 2000 വർഷങ്ങൾക്ക് പിറകിലേക്ക് പോവുകയാണ്. എന്താണ്, എങ്ങനെയാണ് ജീസസ് ക്രൈസ്റ്റ് ജനിച്ചത്, അദ്ദേഹത്തിൻ്റെ അച്ഛൻ ആരാണ്, അമ്മ ആരാണ് എന്നൊക്കെ പഠിക്കാൻ പോവുകയാണ്. ഇപ്പോൾ 2000 years ago, ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ്, there lived a couple, ഒരു കപ്പിൾ മീനിങ് ഭാര്യയും ഭർത്താവും. എന്താണ് അവരുടെ പേര്? ജോസഫ് ആൻഡ് മേരി ഇൻ നസ്രത്ത്. നസ്രത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ജോസഫും മേരി എന്ന് പറയുന്ന ഒരു ഭാര്യയും ഭർത്താവും ജീവിച്ചിരുന്ന ഒരു കപ്പിൾ, ഒരു ജോഡി താമസിച്ചിരുന്നു. ഒരു ഭാര്യയും ഭർത്താവും ഉണ്ടായിരുന്നു. they were expecting their baby. അവരുടെ കുഞ്ഞിനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്.
എന്ന് വെച്ചാൽ അവർ ഭാര്യ ഗർഭിണിയാണ്, മേരി ഗർഭിണിയാണ്. അപ്പോൾ കുഞ്ഞിനെ പ്രതീക്ഷിച്ചിങ്ങനെ ഇപ്പം പ്രസവം അടുക്കാറായിരിക്കുകയാണ് അല്ലേ. ദേ വെർ എക്സ്പെക്റ്റ് ചെയ്യുക, പ്രതീക്ഷിക്കുക. ദേ വെർ എക്സ്പെക്റ്റിംഗ് ദെയർ ബേബി, അവരുടെ കുഞ്ഞിനെ പ്രതീക്ഷിച്ചിങ്ങനെ ഇരിക്കുക. ദ റോമൻ എംപറർ അഗസ്റ്റസ് ഓർഡേർഡ് ദാറ്റ് എവരി വൺ ഷുഡ് രജിസ്റ്റർ ദെയർ നെയിംസ് ഇൻ ദെയർ ഹോം ടൗൺ ആസ് പാർട്ട് ഓഫ് സെൻസസ്. അപ്പോൾ അവർ ഭാര്യ പ്രസവിക്കാറായി. അപ്പോൾ അവരിങ്ങനെ ദിവസം നോക്കിയിരിക്കുകയായിരിക്കും അല്ലേ. അപ്പോഴാണ് ദ റോമൻ എംപറർ, റോമൻ ചക്രവർത്തി അഗസ്റ്റസ് എന്താണ് ഓർഡർ ചെയ്തത്? ദ റോമൻ എംപറർ, റോമൻ ചക്രവർത്തി അഗസ്റ്റസ് ഓർഡേർഡ് ദാറ്റ് എവരി വൺ ഷുഡ് രജിസ്റ്റർ ദെയർ നെയിംസ് ഇൻ ദെയർ ഹോം ടൗൺ ആസ് പാർട്ട് ഓഫ് സെൻസസ്. സെൻസസിൻ്റെ ഭാഗമായിട്ട്, ജനസംഖ്യ എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും അവരുടെ ഹോം ടൗൺ, അവർ ജനിച്ച സ്ഥലത്ത് എന്ത് ചെയ്യണം? അവരുടെ പേര് രജിസ്റ്റർ ചെയ്യണം. മനസ്സിലായോ നിങ്ങൾക്ക്? ഇപ്പോൾ ഇവർ വേറെ സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പോൾ ആ റോമൻ എംപറർ അഗസ്റ്റസ് ഓർഡർ ചെയ്തു, എല്ലാവരും അവരുടെ ഹോം ടൗൺ, അവരുടെ ജനിച്ചത് എവിടെയാണോ ആ സ്ഥലത്ത് വന്ന് അവരുടെ പേര് രജിസ്റ്റർ ചെയ്യണമെന്ന്. ആസ് പാർട്ട് ഓഫ് സെൻസസിൻ്റെ ഭാഗമായിട്ട്, ജനസംഖ്യ എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവരുടെ പേര് രജിസ്റ്റർ ചെയ്യണമെന്നും. ജോസഫ് വാസ് ഫ്രം ബത്ലഹേം. ജോസഫ് എവിടെ നിന്നായിരുന്നു? ബത്ലഹേമിലാണ് ജോസഫിൻ്റെ വേർഡ്. സോ ജോസഫ് സെറ്റ് ടു മേരി, ജോസഫ് മേരി അടുത്ത് പറഞ്ഞു, വി മസ്റ്റ് ഗോ ടു ബത്ലഹേം, നമുക്ക് ഇങ്ങോട്ട് പോകണം, നമ്മളെ ബത്ലഹേമിലേക്ക് പോകണം അല്ലേ. രാജാവിൻ്റെ കൽപ്പനയാണ്, നമ്മൾ അടുത്ത ദിവസം തന്നെ പോയി പേര് രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ രാജാവിൻ്റെ കൽപ്പന നമ്മൾ അംഗീകരിച്ചേ പറ്റത്തുള്ളൂ അല്ലേ. വി മസ്റ്റ് ഗോ ടു ബത്ലഹേം, നമുക്ക് ബത്ലഹേമിലേക്ക് പോകണം എന്ന് പറയുക. ദേ ഹാഡ് ട്രാവൽ 70 miles ഫ്രം നസ്രത്ത് ടു ബത്ലഹേം. ഇറ്റ് വാസ് ആൾമോസ്റ്റ് ദ ടൈം ഫോർ മേരി ടു ഗീവ് ബർത്ത് ടു ഹർ ബേബി. They packed their things and traveled to Bethlehem on a donkey. The journey was very long. Mary got tired. When Joseph and Mary got there, they could not find any place for Mary to rest. All the inns were full. Okay. They have to travel 70 miles from നസ്രത്ത് ടു ബത്ലഹേം. അവർക്ക് ഒരു 70 മൈൽ യാത്ര ചെയ്യണം. നസ്രത്തിൽ നിന്ന് ബത്ലഹേമിലേക്ക് ഏകദേശം ഒരു 70 മൈലെങ്കിലും യാത്ര ചെയ്യണം. They had to travel 70 miles from നസ്രത്ത് ടു ബത്ലഹേം. ഇറ്റ് വാസ് ആൾമോസ്റ്റ് ടൈം ഫോർ മേരി ടു ഗീവ് ബർത്ത് ടു ഹർ ബേബി. അപ്പോൾ മേരിക്ക് കുഞ്ഞിന് ജന്മം കൊടുക്കാനുള്ള സമയമായി അല്ലേ, പ്രസവിക്കാറായിരിക്കുകയാണ്. ഇറ്റ് വാസ് ആൾമോസ്റ്റ് ടൈം ഫോർ മേരി ടു ഗീവ് ബർത്ത് ടു ഹർ ബേബി. കുഞ്ഞിന് ജന്മം കൊടുക്കാനുള്ള സമയമായിരിക്കുകയാണ്. ദേ പാക്ഡ് ദെയർ തിങ്സ് ആൻഡ് ട്രാവൽ ടു ബത്ലഹേം ഓൺ എ ഡോങ്കി. അവരവരുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഒരു കുതിരയുടെ പുറത്ത് യാത്ര തിരിച്ചു. ഡോങ്കി കഴുതയുടെ പുറത്ത് യാത്ര തിരിച്ചു. ദേ പാക്ഡ് ദെയർ തിങ്സ് ആൻഡ് ട്രാവൽ ടു ബത്ലഹേം ഓൺ എ ഡോങ്കി. ഡോങ്കി എന്ന് വെച്ചാൽ കഴുതയാണ്, ഹോഴ്സാണ് കുതിര. ഇത് ഡോങ്കിയുടെ പുറത്താണ് ട്രാവൽ ചെയ്യുന്നത്. പിക്ചർ കണ്ടോ നിങ്ങൾ? ഡോങ്കിയുടെ പുറത്താണ് യാത്ര ചെയ്യുന്നത്. ദേ പാക്ഡ് ദെയർ തിങ്സ് ആൻഡ് ട്രാവൽ ടു ബത്ലഹേം ഓൺ എ ഡോങ്കി. ദ ജേർണി വാസ് വെരി ലോങ്. ഒത്തിരി യാത്ര ചെയ്യണം അല്ലേ. ജേർണി മീനിങ് യാത്ര, ഒരുപാട് സമയം യാത്ര ചെയ്യണം. മേരി ഗോട്ട് ടയേർഡ്, മേരി ക്ഷീണിച്ച് അല്ലേ. മേരി ക്ഷീണിച്ചു. വെൻ ജോസഫ് ആൻഡ് മേരി ഗോട്ട് ദെയർ ദേ കുഡ് നോട്ട് ഫൈൻഡ് എനി പ്ലേസ് ഫോർ മേരി ടു റെസ്റ്റ്. അങ്ങനെ ഒരു ബത്ലഹേമിൽ എത്തിച്ചേർന്നു. മേരി അങ്ങ് ക്ഷീണിച്ചു അല്ലേ. ഈ കഴുതപ്പുറത്തിരുത്തിയാണ് കൊണ്ടുപോകുന്നത്. ജോസഫ് ആണെങ്കിൽ നടക്കുകയാണ് അല്ലേ. ഭാര്യ ഗർഭിണി ആയതുകൊണ്ടായിരിക്കും കഴുതപ്പുറത്ത് കൊണ്ടുപോവുക. ദ ജേർണി വാസ് വെരി ലോങ്. മേരി വാസ് ടയേർഡ്. വെൻ ജോസഫ് ആൻഡ് മേരി ഗോട്ട് ദെയർ ദേ കുഡ് നോട്ട് ഫൈൻഡ് എനി പ്ലേസ് ഫോർ മേരി ടു റെസ്റ്റ്. ജോസഫും മേരിയും അവിടെ എത്തിച്ചേർന്നു, ബത്ലഹേമിൽ എത്തിച്ചേർന്നപ്പോൾ ദേ കുഡ് നോട്ട് ഫൈൻഡ് എനി പ്ലേസ് ഫോർ മേരി ടു റെസ്റ്റ്. മേരിക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു സ്ഥലവും കണ്ടില്ല. കാരണം വെച്ചാൽ ഈ എല്ലാ സ്ഥലത്തു നിന്നുള്ള ആൾക്കാർ ഈ ജന്മനാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോൾ അവിടെയൊക്കെ ആണെങ്കിൽ സത്രമാണ്. ആൾ ദ ഇൻസ് വെർ ഫുൾ. ഈ സത്രം എന്ന് വെച്ചാൽ ആൾക്കാർക്ക് റെസ്റ്റ് ചെയ്യുകയും ഉറങ്ങാനൊക്കെ ഉള്ള സ്ഥലം. നമുക്ക് ഇപ്പോഴത്തെ ലോഡ്ജ് പോലെ, ഹോട്ടലിൽ ലോഡ്ജ് ഒക്കെ അതുപോലെ പണ്ടുള്ളതാണ് സത്രം. അവിടെ ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും ഇങ്ങനെ. പണ്ടൊക്കെ ബസ്സൊന്നും ഇല്ലല്ലോ, ആൾക്കാർ നടന്നാണ് പോകുന്നത്. അപ്പോൾ എല്ലായിടും സത്രങ്ങൾ കാണും. അപ്പോൾ അവിടുത്തെ സത്രങ്ങളെല്ലാം എന്തായി? ഫുള്ളായി. ആൾക്കാരെല്ലാം കൂടെ വന്ന് നിറഞ്ഞ് സത്രങ്ങളെല്ലാം ഫുൾ. ആൾ ദ ഇൻസ് വെർ ഫുൾ. ഇൻസ് മീനിങ് സത്രം. ജേർണി മീനിങ് യാത്ര. നെക്സ്റ്റ് പേജ്. At last, one innkeeper
took pity and showed them a stable. So the tired couple stayed in the stable with the animals. On that night in the stable, Mary gave birth to her little one. She wrapped her baby child in clean, warm clothes and held him tight. They named the sweet boy Jesus. Okay, at last, one innkeeper gave At last, one innkeeper took pity and showed them a stable. അവസാനം ഒരു ഇൻകീപ്പറിന് എന്താണ് സഹതാപം തോന്നി ഇവരാണെങ്കിൽ പൂർണ്ണ ഗർഭിണിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു ഇൻകീപ്പറിനാണെങ്കിൽ വിഷമം തോന്നി അല്ലേ. ആൻഡ് ഷോ ദം എ സ്റ്റേബിൾ. എന്ത് കാണിച്ചു കൊടുത്തു? അവരെ ഒരു സ്റ്റേബിൾ എവിടെയാണ്? ഹോഴ്സ് കൗസിൻ്റെ സ്ഥലമല്ലേ, കൗ കിടക്കുന്ന സ്ഥലമല്ലേ സ്റ്റേബിൾ എന്ന് പറയുക. അപ്പോൾ ഒരു സ്റ്റേബിൾ കാണിച്ചു കൊടുത്തു അല്ലേ, പശുത്തൊഴുത്ത്. ആ ഒരു തൊഴുത്ത് കാണിച്ചു കൊടുത്തിട്ട് അവിടെ കുറച്ച് സ്ഥലം ഉണ്ട് അല്ലേ. സോ ദ ടയേർഡ് കപ്പിൾ സ്റ്റേഡ് ഇൻ ദ സ്റ്റേബിൾ വിത്ത് ആനിമൽസ്. അപ്പോൾ ഈ ക്ഷീണിച്ച ഭാര്യയും ഭർത്താവും കൂടെ ആ സ്റ്റേബിളിൻ്റെ ഒരറ്റത്ത്, പിക്ചർ നോക്കി നിങ്ങൾ, ആ സ്റ്റേബിളിൻ്റെ ഒരറ്റത്ത് ഇങ്ങനെ കിടന്നു അല്ലേ. കാരണം ഒരിടത്ത് പോലും സ്ഥലമില്ല, മേരിക്കാണെങ്കിൽ കിടന്നോളാൻ വയ്യ അല്ലേ. അപ്പോൾ മേരി ഭയങ്കര ക്ഷീണിച്ചിരിക്കുകയാണ്. അറ്റ് ലാസ്റ്റ് ഓൺ ഇൻകീപ്പർ ടുക്ക് പിറ്റി മീനിങ് സഹതാപം, ആൻഡ് ഷോ ദം എ സ്റ്റേബിൾ. സോ ദ ടയേർഡ് കപ്പിൾ സ്റ്റേഡ് ഇൻ ദ സ്റ്റേബിൾ വിത്ത് ആനിമൽസ്. ആ രാത്രിയിൽ അവർ ആനിമൽസിൻ്റെ കൂടെ കഴിയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആനിമൽസൊക്കെ കുറച്ചപ്പുറത്താണ്. അവർ കുറച്ച് സ്പേസ് കണ്ടെത്തി അവിടെ കിടന്നു. On that night in the stable, Mary gave birth to her little one. ആ രാത്രിയിൽ മേരി എന്ത് ചെയ്തു? ആ കുഞ്ഞിന് ജന്മം കൊടുത്തു. മേരി gave birth to her little one. മേരി ആ കുഞ്ഞിന് ജന്മം കൊടുത്തു. gave birth എന്ന് വെച്ചാൽ ജന്മം നൽകുക. ആ കുഞ്ഞിന് ജന്മം കൊടുത്തു. She wrapped the child on ക്ലീൻ വാം ക്ലോത്ത്സ്. അപ്പോൾ തുണിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അവരാണെങ്കിൽ അതിനെ റാപ്പ് ചെയ്യുക, പൊതിയുക. ആ കുട്ടിയെ ക്ലീൻ, നല്ല വൃത്തിയുള്ള, നല്ല ചൂടുള്ള, നല്ല നല്ല ടവലൊക്കെ ആയിരിക്കും, ആ ടവലിൽ ഇങ്ങനെ പൊതിഞ്ഞു. ആൻഡ് ഹോൾഡ് ഹിം ടൈറ്റ്. ഇങ്ങനെ നല്ലപോലെ നല്ല തുണിയിൽ, വൃത്തിയുള്ള തുണിയിൽ ആ കുട്ടിയെ പൊതിഞ്ഞു അല്ലേ. ദ നെയിം ഓഫ് ദ സ്വീറ്റ് ബോയ് ജീസസ്. ആ കുട്ടിക്ക് അവർ എന്ത് പേര് കൊടുത്തു? ജീസസ് എന്ന പേര് കൊടുത്തു. ദ നെയിം ഓഫ് ദ സ്വീറ്റ് ബോയ് ജീസസ്. അപ്പോൾ ഈ സ്റ്റേബിളിൽ കാലിത്തൊഴുത്തിൽ പിറന്നവനെങ്കിലും പാട്ട് കേട്ടുവാണ് അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ പുൽക്കൂട് ഒരുക്കുന്നത് അല്ലേ. ക്രിസ്മസ് ആകുമ്പോൾ നമ്മൾ പുൽക്കൂട് ഒരുക്കി ജീസസിനെ നമ്മൾ ആ പുൽക്കൂട്ടിലല്ലേ കിടത്തുന്നത്. ഇതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ പുൽക്കൂട് ഒരുക്കുന്നത്. എവിടെയാണ് ജീസസ് ക്രൈസ്റ്റ് ജനിച്ചത്? ഇൻ എ സ്റ്റേബിൾ അല്ലേ. ഒരു സ്റ്റേബിളിലാണ്, ഒരു തൊഴുത്തിലാണ്, കാലിത്തൊഴുത്തിലാണ് ജീസസ് ക്രൈസ്റ്റ് ജനിച്ചത് അല്ലേ. നെക്സ്റ്റ് പേജ് നോക്ക്. Soon, some shepherds who were camping out in the nearby fields with their sheep visited baby Jesus and offered wishes. പെട്ടെന്നാണെങ്കിൽ കുറച്ച് ഷെപ്പേഴ്സ്, ആട്ടിടയന്മാർ, സൂൺ മീനിങ് പെട്ടെന്ന്, കുറച്ച് ഷെപ്പേഴ്സ്, കുറച്ച് ആട്ടിടയന്മാർ, ഹൂ വർ ക്യാമ്പിങ് ഔട്ട് ഇൻ ദ നിയർ ബൈ ഫീൽഡ്സ്, ഒരു അടുത്തുള്ളൊരു ഫീൽഡിൽ ഇങ്ങനെ ഈ കിടക്കുകയായിരുന്നു, ക്യാമ്പ് ചെയ്യുമായിരുന്നു. വിത്ത് ദർ ഷീപ്പ് വിസിറ്റഡ് ദ ബേബി ജീസസ് ആൻഡ് ഓഫേർഡ് വിഷസ്. അവർ ഇങ്ങനെ ഒരു കുട്ടി പിറന്നെന്ന് കേട്ട് അവരവിടെ വന്നു അല്ലേ. എന്നിട്ട് കുട്ടിക്ക് ആശംസകളൊക്കെ അറിയിച്ചിട്ട് പോയി അല്ലേ. ഷെപ്പേഴ്സ് എന്ന് വെച്ചാൽ ആട്ടിടയന്മാർ. അവർ കുഞ്ഞ് പിറന്ന് കേട്ട് അവിടെ വന്നു. ജീസസിന് എല്ലാ ബെസ്റ്റ് വിഷസൊക്കെ പറഞ്ഞു പോയി അല്ലേ. ഓഫേർഡ് വിഷസ്, ആശംസകളൊക്കെ പറഞ്ഞിട്ട് പോയി. ഫാർ അവേ 3 wise men were traveling on their camels. They noticed a bright shining star in the sky. They began to follow the star. The star led them to Bethlehem, to the place where Jesus was born. The wise men gave many gifts to the baby and blessed him heartily. Far away, അങ്ങ് ദൂരെ 3 wise men, 3 പണ്ഡിതരാണെങ്കിൽ ഒരു ക്യാമൽ, ഒട്ടകത്തിൻ്റെ പുറത്ത് ഇങ്ങനെ ട്രാവൽ ചെയ്യായിരുന്നു. അങ്ങ് ദൂരെ ഒരു സ്ഥലത്ത് 3 പണ്ഡിതർ, വൈസ് മെൻ, വർ ട്രാവലിംഗ് ഓൺ ദർ ക്യാമൽസ്. അവർ ഒട്ടകത്തിൻ്റെ പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അവരെന്ത് കണ്ടു? ദേ നോട്ടീസ്ഡ് എ ബ്രൈറ്റ് ഷൈനിങ് സ്റ്റാർ ഇൻ ദ സ്കൈ. ആകാശത്ത് അവർ നല്ല തിളക്കമുള്ള ഒരു സ്റ്റാറിനെ കണ്ടു അല്ലേ. ദേ നോട്ടീസ്ഡ് എ ബ്രൈറ്റ് ഷൈനിങ് സ്റ്റാർ ഇൻ ദ സ്കൈ. ആകാശത്ത് നല്ല തിളക്കമുള്ള ഒരു സ്റ്റാർ, എന്നും ഇല്ലാത്തൊരു പുതിയ സ്റ്റാർ അല്ലേ. നല്ല തിളക്കം.
ദേ ബിഗാൺ ടു ഫോളോ ദ സ്റ്റാർ. അവർ ആ സ്റ്റാറിനെ ഇങ്ങനെ പിന്തുടർന്നു, നക്ഷത്രത്തെ ഇങ്ങനെ പിന്തുടർന്നു. ദ സ്റ്റാർ ലെഡ് ദം ടു ബത്ലഹേം. ആ സ്റ്റാർ അവരെ എവിടെ കൊണ്ടുവന്നു? ബത്ലഹേമിൽ കൊണ്ടുവന്നു. ടു ദ പ്ലേസ് വെയർ ജീസസ് വാസ് ബോൺ. ജീസസ് ജനിച്ച ആ സ്ഥലത്ത് ആ സ്റ്റാർ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അവരിങ്ങനെ നോക്കി നല്ല ബ്രൈറ്റായിട്ടിരിക്കുന്നു. അപ്പോൾ ആ സ്റ്റാർ അവരെ ഇവിടെ കൊണ്ടുവന്നു, ബത്ലഹേമിൽ കൊണ്ടുവന്നു. ടു ദ പ്ലേസ് വെയർ ജീസസ് വാസ് ബോൺ. ദ വൈസ് മെൻ ഗേവ് മെനി ഗിഫ്റ്റ്സ് ടു ദ ബേബി ആൻഡ് ബ്ലസ്ഡ് ഹിം ഹേർട്ട്ലി. വൈസ്മെനും അവരെന്ത് ചെയ്തു? ഒരുപാട് സമ്മാനങ്ങൾ കൊടുത്തു ഈ കുട്ടിക്ക് അല്ലേ. മെനി ഗിഫ്റ്റ്സ് ടു ദ ബേബി, ഒരുപാട് സമ്മാനങ്ങളെ കൊടുത്തു. ആൻഡ് ബ്ലസ്ഡ് ഹിം ഹേർട്ട്ലി, അവർ വളരെ വളരെ സന്തോഷത്തോടുകൂടി ഈ കുട്ടിയെ അനുഗ്രഹിച്ചു. അപ്പോൾ ഈ സ്റ്റാറാണ് ഇവരെ ഈ ബത്ലഹേമിലേക്ക് കൊണ്ടുവന്നത് അല്ലേ. ഇതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ക്രിസ്മസിന് സ്റ്റാർ തൂക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാ ക്രിസ്മസിനും സ്റ്റാർ വാങ്ങിക്കുന്നത് ഡിസംബർ ആകുമ്പോഴേ നമ്മൾ സ്റ്റാർ വാങ്ങിക്കും. എന്താണ് സ്റ്റാർ ഇതോട്ടുള്ള ബന്ധം? ഇപ്പോൾ ജീസസ് ജനിച്ചപ്പോൾ ആകാശത്ത് ഒരു പുതിയ സ്റ്റാർ, ഒരു നക്ഷത്ര രൂപം കൊണ്ടു അല്ലേ. ഒരു 3 പേരിങ്ങനെ കണ്ടു. അവർ വൈസ്മെൻ 3 പണ്ഡിതരാണ്. അവരിങ്ങനെ ഒട്ടകപ്പുറത്ത് ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ നല്ല ബ്രൈറ്റായിട്ട് തിളങ്ങുന്നു. അവരുടെ കൂടെ ഇങ്ങനെ പോകുന്നു അല്ലേ. ആ സ്റ്റാർ അവരെ എവിടെ കൊണ്ടുവന്നു? ദ സ്റ്റാർ ലെഡ് ദം ടു ബത്ലഹേം. യേശു പിറന്ന സ്ഥലത്ത് കൊണ്ടുവന്നു. ടു ദ പ്ലേസ് വെയർ ക്രൈസ്റ്റ് was born. Jesus was born. The wise men gave many gifts to the baby and blessed him heartily. അവർ ഒരുപാട് സമ്മാനങ്ങളൊക്കെ കൊടുത്തു, ആ കുട്ടിയെ അനുഗ്രഹിച്ചു അല്ലേ. Then this was the first Christmas ever in the world. Every year on 25th December, the world celebrates Christmas in remembrance of that beautiful night in Bethlehem. This was the ഫസ്റ്റ് ക്രിസ്മസ് എവർ ഇൻ ദ വേൾഡ്. ഈ ലോകത്തെ ആദ്യത്തെ ക്രിസ്മസ് രാത്രിയായിരുന്നു അത് അല്ലേ. ഈ ലോകത്തെ ആദ്യത്തെ ക്രിസ്മസ് രാത്രി ജീസസ് ജനിച്ചു. സ്റ്റാർ അവരെ അവിടെ കൊണ്ടെത്തിച്ചു അല്ലേ. നോക്കെ എവറി ഇയർ ഓൺ 25th December the world celebrate Christmas in remembrance of that beautiful night in Bethlehem. എല്ലാ വർഷവും ഡിസംബർ 25th ഈ ലോകം മുഴുവനും സെലിബ്രേറ്റ് ചെയ്യുന്നു ക്രിസ്മസ് അല്ലേ. ഇൻ റിമംബറൻസ് ഓഫ് ദാറ്റ് ബ്യൂട്ടിഫുൾ നൈറ്റ് ഇൻ ബത്ലഹേമിലെ ആ മനോഹര രാത്രിയെ ഓർത്തുകൊണ്ട്, റിമംബറൻസ് മീനിങ് ഓർത്തുകൊണ്ട് നമ്മൾ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുന്നു. When Jesus was born, 3 wise men from the east who came to visit the newborn baby were guided by a star to the stable in Bethlehem. Remembering this incident, we still have Christmas stars of various colors and shapes. Okay, when Jesus was born, 3 wise men from the east who came to visit the newborn baby were guided by a star to the stable in Bethlehem. ജീസസ് ജനിച്ചപ്പോൾ ഈ 3 പണ്ഡിതർക്ക് അവർ കിഴക്ക് നിന്നുള്ളവരാണ് അല്ലേ. അവർ ഈ ജീസസിനെ കാണാൻ വന്നപ്പോൾ അവരാരാണ് ഗൈഡ് ചെയ്തത്? ഒരു സ്റ്റാർ, ഒരു നക്ഷത്രമാണ് അവർക്ക് വഴി കാണിച്ചു കൊടുക്കുന്നത് അല്ലേ. എ സ്റ്റാർ ഗൈഡഡ് ദം ടു ദ സ്റ്റേബിൾ ഇൻ ബത്ലഹേം. ഈ ബത്ലഹേമിൽ ഈ പുൽത്തൊഴുത്തിലേക്ക് ഈ സ്റ്റാറാണ് വഴി കാണിച്ചു കൊടുക്കുന്നത്. റിമെമ്പറിങ് ദിസ് ഇൻസിഡൻറ്റ്, ഈ സംഭവം, ഇൻസിഡൻറ്റ് മീനിങ് എന്താണ്? ഈ സംഭവം ഓർമ്മിച്ചുകൊണ്ടാണ് വി സ്റ്റിൽ ഹാവ് ക്രിസ്മസ് സ്റ്റാർസ് ഓഫ് വേറിയസ് കളേഴ്സ് ആൻഡ് ഷേപ്സ്. നമുക്കിപ്പോഴും എന്താണ്? പല നിറത്തിലുള്ള പല ഷേപ്പിലുള്ള ക്രിസ്മസ് സ്റ്റാർസ് നമ്മൾ ഒരുക്കുന്നു അല്ലേ. ക്രിസ്മസ് സ്റ്റാറുകൾ ഡിസംബർ ആകുമ്പോഴേ നമ്മളെല്ലാവരും ഒരുക്കും ക്രിസ്മസിൻ്റെ വരവറിയിച്ചുകൊണ്ട് അല്ലേ. നെക്സ്റ്റ് നോക്കേ. ക്രിസ്മസ് ട്രീ ഈസ് ഇൻഡിസ്പെൻസിബിൾ പാർട്ട് ഓഫ് ജോയിയസ് സെലിബ്രേഷൻസ്. ദ ഐഡിയ ഓഫ് എ ക്രിസ്മസ് ട്രീ ഫസ്റ്റ് കെയിം ഫ്രം 2 missionaries. They made trees with a pointed edge. Nowadays we get ready-made plastic trees at the shops. Earlier people had to find a suitable tree or branch, cut it, polish it and decorate it to suit the occasion. അപ്പോൾ ക്രിസ്മസ് ട്രീ ഒരു ഇൻഡിസ്പെൻസിബിൾ പാർട്ട് എന്ന് വെച്ചാൽ ഒഴിച്ചുകൂടാനാവാത്ത, ക്രിസ്മസ് ട്രീയും ഇപ്പോൾ എന്താണ് ഒരു ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഭാഗമാണ് അല്ലേ. ഈ ജോയിയസ് സെലിബ്രേഷൻ, നമ്മൾ ക്രിസ്മസ് ഭയങ്കര സന്തോഷത്തോടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് അല്ലേ. ജോയിയസ് സെലിബ്രേഷൻ ആഘോഷം അല്ലേ. ദ ഐഡിയ ഓഫ് എ ക്രിസ്മസ് ട്രീ ഫസ്റ്റ് കെയിം ഫ്രം 2 missionaries. ഈ ക്രിസ്മസ് ട്രീ എന്ന് പറയുന്ന ഈ ഐഡിയ കൊണ്ടുവന്ന ആരാണ്? ഫസ്റ്റ് കെയിം ഫ്രം 2 missionaries. 2 മതപ്രചാരകർ, അവരാണ് 2 missionaries ആണ് കൊണ്ടുവരുന്നത്. ക്രിസ്തുമസത്തിലെ 2
മിഷണറീസാണ് കൊണ്ടുവരുന്നത്. മിഷണറീസ് എന്ന് വെച്ചാൽ ഈ മതപ്രചാരമായിട്ട് ഇങ്ങനെ നടക്കുന്നവരെയാണ് മിഷണറീസ് നമ്മൾ പറയുക. ദേ മോൾഡ് ട്രീസ് വിത്ത് എ പോയിൻറ്റഡ് എഡ്ജ്. അവർ എന്താ ഒരു ട്രീസ് എങ്ങനെ പോയിൻറ്റഡ് ഈ കമ്പ് കൊണ്ടുവന്ന് പോയിൻറ്റഡ് ഇതുപോലെ പോയിൻറ്റഡ് എഡ്ജൊക്കെ ഒരു കമ്പ് കൊണ്ടുവന്ന് ഇങ്ങനെ ആദ്യമേ ഇങ്ങനെയൊക്കെ ചെയ്ത് പോയിൻറ്റഡ് എഡ്ജ് എന്ന് വെച്ചാൽ ഇവിടെ പോയിൻറ്റഡ് ഇതാണ് പോയിൻറ്റഡ് എഡ്ജ് ഇങ്ങനെ കൊണ്ടുവച്ച് ആദ്യം ചെയ്ത്. നൗ ഡേയ്സ് അപ്പോൾ ആദ്യം അവരങ്ങനെയാണ് 2 ട്രീസ് കൊണ്ടുവന്ന് ഒരുക്കിയാണ് ക്രിസ്മസ് ട്രീ. നൗ ഡേയ്സ് വി ഗെറ്റ് റെഡിമെയ്ഡ് പ്ലാസ്റ്റിക് ട്രീസ് അറ്റ് ദ ഷോപ്സ്. നൗ ഡേയ്സ് മീനിങ് എന്താണ്? ഇന്നത്തെ കാലത്ത് അല്ലേ, ഇന്നത്തെ കാലത്ത് നമുക്ക് പ്ലാസ്റ്റിക് ട്രീസും കിട്ടും. ഷോപ്പുകളിൽ ചെന്നാൽ നമുക്ക് റെഡിമെയ്ഡ് ക്രിസ്മസ് ട്രീ കിട്ടും അല്ലേ. ഈ ഏർലിയർ പീപ്പിൾ ഹാഡ് ടു ഫൈൻഡ് സൂട്ടബിൾ ട്രീ ഓർ ബ്രാഞ്ച്, കട്ട് ഇറ്റ്, പോളിഷ് ഇറ്റ് ആൻഡ് ഡെക്കറേറ്റ് ഇറ്റ് ടു സൂട്ട് ദ ഒക്കേഷൻ. പണ്ടത്തെ ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരു സൂട്ടബിൾ ഇതുപോലെ ഇരിക്കുന്ന ട്രീ കണ്ടുപിടിക്കണം അല്ലേ. ഒരു സ്യൂട്ടബിളായിട്ട് ട്രീയോ അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് 2 ബ്രാഞ്ചസ് കൊണ്ടുവന്ന് അവർ കട്ട് ചെയ്ത് പോളിഷ് ചെയ്ത് എന്നിട്ട് അത് ഡെക്കറേറ്റ് ചെയ്യുമായിരുന്നു അല്ലേ. ഇപ്പം നമ്മൾ കടയിലോട്ട് ചെന്ന് നമ്മൾ ക്രിസ്മസ് ട്രീ പറഞ്ഞ് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് തന്നെ കടകളിൽ നിന്ന് കിട്ടും. അപ്പോൾ അങ്ങനെ ആദ്യമേ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയത് 2 മിഷണറീസാണ്. ഓക്കെ, ഇൻഡിസ്പെൻസിബിൾ മീനിങ് ഒഴിച്ചുകൂടാനാവാത്ത, മിഷണറീസ് മീനിങ് മതപ്രചാരകർ. ഒക്കേഷൻ അവസരം, ഈ ഒക്കേഷൻ്റെ പോളിഷ് ഡെക്കറേറ്റ് ചെയ്യുക, അലങ്കരിക്കുക, ടു സ്യൂട്ട് ദ ഒക്കേഷൻ. ഓക്കെ ചിൽഡ്രൻ, നന്നായിട്ട് റീഡ് ചെയ്യുക. ക്രിസ്മസിന് നമ്മൾ ജീസസ് ക്രൈസ്റ്റിൻ്റെ അച്ഛനും അമ്മയുടെയും പേര്, അവരെവിടെയാണ് ജീസസ് ക്രൈസ്റ്റിന് ജന്മം കൊടുത്തത് അല്ലേ. പിന്നീട് സ്റ്റാർസ്, നമ്മൾ എന്തുകൊണ്ടാണ് സ്റ്റാർസ് തൂക്കുന്നത്, ക്രിസ്മസ് ട്രീ ആദ്യമായിട്ട് ഒരുക്കിയതാരാണ്, ഇതൊക്കെയാണ് നമ്മൾ ഈ ലെസണിൽ പഠിച്ചത്. ഓക്കെ ചിൽഡ്രൻ, ദിസ് ഫോർ ടുഡേ. താങ്ക് യു.